ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നാലെ ദേവസ്വം ബോർഡ് പോയി എന്നാണ് വ്യക്തമാകുന്നത്. 2024 ബോർഡ് തീരുമാനപ്രകാരം കഴിഞ്ഞ ഓഗസ്റ്റ് 23 തിരുവാഭരണം കമ്മീഷണർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായം അഭ്യർത്ഥിച്ച് കത്തു നൽകുന്നത്. ദ്വാരപാലക ശില്പങ്ങളുടെയും താങ്ങുപീഠങ്ങളുടെയും അറ്റകുറ്റപ്പണികൾക്ക് ഇവ ചെന്നൈയിൽ എത്തിച്ചു നൽകാമെന്നും ഇതിൻ്റെ ചെലവ് വഹിക്കാൻ കഴിയുമോ എന്നും ചോദിച്ചാണ് കത്ത്. ഒപ്പം ശ്രീകോവിലിൻ്റെ കട്ടളയും വാതിലും ലക്ഷ്മി രൂപവും കമാനവും സന്നിധാനത്ത് വെച്ച് അറ്റകുറ്റപ്പണി നടത്താനും സഹായം തേടി. ദേവസ്വത്തിൻ്റെ കത്ത് കിട്ടാൻ കാത്തിരുന്നതുപോലെ തൊട്ടടുത്ത ദിവസം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മറുപടിയും വന്നു. അറ്റകുറ്റപ്പണികളുടെ മാത്രമല്ല, ആവശ്യമായി വരുന്ന സ്വർണത്തിൻ്റെയും പൂജകളുടെയും എല്ലാം ചെലവ് താൻ വഹിച്ചുകൊള്ളാമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വത്തെ അറിയിച്ചു. സ്മാർട്ട് ക്രിയേഷൻസിലെ രേഖകൾ പ്രകാരം 40 വർഷത്തെ വാറണ്ടി നൽകിയിരുന്നതിനാൽ അറ്റകുറ്റപ്പണി ഫ്രീ ആയിരുന്നു. 19 ഗ്രാം സ്വർണം മാത്രമാണ് ഇക്കുറി അധികമായി വേണ്ടി വന്നത്. അതായത് വെറും 2.25 പവൻ സ്വർണത്തിൻ്റെ ആവശ്യത്തിനാണ് ദേവസ്വം ബോർഡ് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നാലെ പോയതെന്നാണ് വ്യക്തമാകുന്നത്. ഇനി 2019 പഴയ സ്പോൺസർഷിപ്പിലേക്ക് വന്നാൽ സ്വർണം പൂശലിൻ്റെ പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പണം നൽകിയെന്ന് വെളിപ്പെടുത്തി മൂന്നാമത്തെ ആളാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ബംഗളൂരുവിലെ വ്യവസായിയായിരുന്ന അജികുമാർ 35 ലക്ഷം രൂപ നൽകിയെന്നാണ് സഹോദരൻ അനിലിൻ്റെ വെളിപ്പെടുത്തൽ. ശബരിമലയിലെ മണി സമർപ്പിച്ചത് അന്ന് തൊട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് പുള്ളിക്ക് അടുത്ത ബന്ധമുണ്ട്. അദ്ദേഹം പണം മുടക്കിയിട്ടുള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ബെനിഫിറ്റ് ആയിട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ തറവാട്ടിൽ ഇത് വെച്ച് പൂജ ചെയ്യണമെന്ന് പുള്ളി പറഞ്ഞുകൊണ്ടായിരിക്കും ഇതിലെ കൊണ്ടുവന്നത്. പോറ്റിക്കെതിരെ തെളിവുകൾ നിരന്നതോടെ കൈവിടുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ഞങ്ങൾ കോടതിയിൽ സ്റ്റാൻഡിംഗ് കൗൺസിലിനോട് വഴി ഞങ്ങൾ കോടതിയിൽ ആവശ്യപ്പെടാൻ പോകുന്നത്. 99 ഇങ്ങോട്ട് നടന്ന സകല ക്രമക്കേടുകളെക്കുറിച്ചും ഇത്തരം അവതാരങ്ങളെക്കുറിച്ചും അന്വേഷിക്കണമെന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട്. സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ട 2019 ബോർഡ് പ്രസിഡന്റായിരുന്ന എം പത്മകുമാറും കൈ കഴുകുകയാണ്. അന്വേഷണത്തിൽ തെളിയേണ്ട കാര്യങ്ങളാണ് എന്തൊക്കെ അയാൾ ചെയ്തിട്ടുള്ളതെന്നുള്ളത് നോക്കണം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ കൃത്യമായി എൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട്. ദേവസ്വം വിജിലൻസിന്റെ നിലവിലെ അന്വേഷണത്തിൽ കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സാധ്യമല്ല. അതിന് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണമാണ് ആവശ്യം. ഇതിൽ ദേവസ്വം ബോർഡാണ് തീരുമാനമെടുക്കേണ്ടത്. ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടക്കുന്ന ആഭ്യന്തര വിജിലൻസ് അന്വേഷണത്തിന്റെ പേര് പറഞ്ഞാണ് ദേവസ്വം ബോർഡ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.